നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാവർക്കും റീസ്റ്റാർട്ട് പി സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. PSC പരീക്ഷകളിൽ ചോദിച്ചു വരുന്ന അല്ലെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫെയർ ചോദ്യങ്ങളുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ വരാൻ പോകുന്ന VFA, LDC, LGS തുടങ്ങിയിട്ടുള്ള എല്ലാ പരീക്ഷകൾക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ്. നോട്ടുകൾ തയ്യാറാക്കി തന്നെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. നമുക്ക് ഈ ചോദ്യങ്ങളിലോട്ട് കിടക്കാം. അടുത്തിടെ തദ്ദേശ ഇനം താറാവുകളുടെ പട്ടികയിൽ ദേശീയ അംഗീകാരം നേടിയ കേരളത്തിലെ താറാവ് ഇനങ്ങൾ കുട്ടനാടൻ ചാര, അതുപോലെ തന്നെ ചെമ്പല്ലി താറാവ് എന്നിവയാണ്. കുട്ടനാടൻ ചാരയും ചെമ്പല്ലി താറാവുമാണ് ദേശീയ അംഗീകാരം നേടിയ കേരളത്തിലെ താറാവ് ഇനങ്ങൾ. അടുത്തിടെ കേരളത്തിൻ്റെ എതിർപ്പിനെ തുടർന്ന് ഉപേക്ഷിച്ച അന്തർ സംസ്ഥാന നദീ സംയോജന പദ്ധതി പമ്പ അച്ചൻകോവിൽ വൈപ്പാർ പദ്ധതിയാണ്. നദീ സംയോജന പദ്ധതിയാണ് PAVL, പമ്പ അച്ചൻകോവിൽ വൈപ്പാർ നദീ സംയോജന പദ്ധതിയാണ് കേരളത്തിൻ്റെ എതിർപ്പിനെ തുടർന്നിട്ട് ഇപ്പോൾ പിൻവലിച്ചത്. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ പുതിയ മേയറായി ചുമതലയേറ്റത് VV രാജേഷാണ്. കേരളത്തിലെ ആദ്യ BJP മേയറാണ് VV രാജേഷ്. കേരളത്തിലെ തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ പുതിയ മേയറാണ് VV രാജേഷ്. ഇതിന് മുൻപ് ആര്യ രാജേന്ദ്രനായിരുന്നു ഏറ്റവും പ്രായം കുറഞ്ഞ മേയറൊക്കെ ആയിരുന്നു അവർ. DRDO വിജയകരമായി പരീക്ഷിച്ച തദ്ദേശീയ നിർമ്മിത വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനം ആകാശ് NG ആണ്. DRDO വിജയകരമായി പരീക്ഷിച്ച തദ്ദേശീയ നിർമ്മിത വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനമാണ് ആകാശ് NG. ആഭ്യന്തര സർവീസ് ആരംഭിക്കാൻ NOC ലഭിച്ച കേരളം ആസ്ഥാനമായുള്ള എയർലൈൻ കമ്പനി അൽ ഹിന്ദ് എയർ ആണ്. ശംഖ് എയർ ഉത്തർപ്രദേശും ഫ്ലൈ എക്സ്പ്രസ് തെലങ്കാന എന്നീ കമ്പനികൾക്കും NOC അനുവദിച്ചിട്ടുണ്ട് കേട്ടോ. 2025 ഡിസംബറിൽ കൊച്ചി നഗരത്തിൻ്റെ പുതിയ മേയറായി നിയമിതയായത് VK മിനിമോളാണ്. VK മിനിമോൾ. കൊല്ലത്തിൻ്റെ AK ഹഫീസും തൃശ്ശൂരിൻ്റെ ഡോക്ടർ നിജി ജസ്റ്റിനും കോഴിക്കോടിൻ്റെ O സദാശിവനും കണ്ണൂരിൻ്റെ P ഇന്ദിരയുമാണ് കേട്ടോ മേയർമാരായിട്ട് ചുമതലയേറ്റിട്ടുള്ളത്. അർജുന അവാർഡിന് ശുപാർശ ചെയ്യപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ യോഗാസന അത്ലറ്റ് ആരതി പാലാണ്. അർജുന അവാർഡിന് ശുപാർശ ചെയ്യപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ യോഗാസന അത്ലറ്റാണ് ആരതി പാൽ. അടുത്തൊരു ചോദ്യം. ഇന്ത്യയിൽ ആദ്യമായി ആൻഡ്രോയിഡ് എമർജൻസി ലൊക്കേഷൻ സർവീസ് ELS ആരംഭിച്ച സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഇന്ത്യയിൽ ആദ്യമായി ആൻഡ്രോയിഡ് എമർജൻസി ലൊക്കേഷൻ സർവീസ് ELS ആരംഭിച്ച സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഒന്ന് ശ്രദ്ധിച്ചു വെച്ചോളാം. അടുത്ത ചോദ്യം. 2025 ഡിസംബറിൽ ഖേൽ രത്ന പുരസ്കാരത്തിന് ശുപാർശ ചെയ്യപ്പെട്ട ഇന്ത്യൻ ഹോക്കി താരം ഹാർദിക് സിംഗ് ആണ്. 2025 ഡിസംബറിൽ ഖേൽ രത്ന പുരസ്കാരത്തിന് ശുപാർശ ചെയ്യപ്പെട്ട ഇന്ത്യൻ ഹോക്കി താരമാണ് ഹാർദിക് സിംഗ്. അടുത്തൊരു ചോദ്യം. ലോകത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര സ്വയംഭരണ കപ്പൽശാല നിലവിൽ വരുന്നത് നെല്ലൂരാണ് കേട്ടോ. ആന്ധ്രാപ്രദേശിലെ നെല്ലൂരിലാണ് ലോകത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര സ്വയംഭരണ കപ്പൽശാല നിലവിൽ വരുന്നത്. ലിസ്റ്റ് A ക്രിക്കറ്റിലെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി നേടുന്ന ഇന്ത്യൻ താരം സാക്കിബുൾ ഗനിയാണ്. സാക്കിബുൾ ഗനി. ലിസ്റ്റ് A ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം വൈഭവ് സൂര്യവംശിയാണ്. ലിസ്റ്റ് A ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം വൈഭവ് സൂര്യവംശി. മുൻ പ്രധാനമന്ത്രി AP വാജ്പേയിയുടെ 101ാം ജന്മദിനത്തിൽ ഉദ്ഘാടനം ചെയ്ത രാഷ്ട്രപ്രേരണാ സ്ഥൽ ഏത് നഗരത്തിലാണ്? ലക്നൌവിലാണ് കേട്ടോ. മുൻ പ്രധാനമന്ത്രി AP വാജ്പേയിയുടെ 101ാം ജന്മദിനത്തിൽ ഉദ്ഘാടനം ചെയ്ത രാഷ്ട്രപ്രേരണാ സ്ഥൽ ഏത് നഗരത്തിലാണ്? ലക്നൗ നഗരത്തിലാണ് കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചു വെച്ചോളാം. അടുത്തിടെ കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയത്തിൻ്റെ നേതൃത്വത്തിൽ PESA മഹോത്സവ് സംഘടിപ്പിക്കപ്പെട്ടത് വിശാഖപട്ടണത്തിലാണ്. പഞ്ചായത്ത് എക്സ്റ്റൻഷൻ ടു ഷെഡ്യൂൾഡ് ഏരിയാസ് PESA ആക്ട് പ്രാബല്യത്തിൽ വന്നത് 1996 ഡിസംബർ 24 കേട്ടോ. US ആസ്ഥാനമായ AST സ്പേസ് മൊബൈലിൻ്റെ വാർത്താവിനിമയ ഉപഗ്രഹമായ ബ്ലൂബേർഡ് 6 ബ്ലോക്ക് 2നെ ഭ്രമണപഥത്തിലെത്തിച്ച ISRO ദൗത്യം LVM-3 M6 ആണ്. LVM-3 M6. ഇന്ത്യൻ മണ്ണിൽ നിന്നും വിക്ഷേപിക്കുന്ന ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹം 6100 കിലോഗ്രാം ആയിരുന്നു. 2005 ഡിസംബർ 24 ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് വിക്ഷേപിച്ചത് കേട്ടോ. സ്മാർട്ട് ഫോണുകളിലേക്ക് നേരിട്ട് ബ്രോഡ്ബാൻഡ് സേവനം നൽകാൻ രൂപകൽപ്പന ചെയ്ത ഉപഗ്രഹമാണ് ഈ ഒരു ഉപഗ്രഹം കേട്ടോ, ബ്ലൂബേർഡിൻ്റെ. ദക്ഷിണ റെയിൽവേയിൽ ആദ്യമായി ന്യൂസ് പേപ്പർ വെൻഡിംഗ് മെഷീൻ നിലവിൽ വരുന്നത് ചെന്നൈ സെൻട്രൽ സ്റ്റേഷനിലാണ്. ദക്ഷിണ റെയിൽവേയിൽ ആദ്യമായി ന്യൂസ് പേപ്പർ വെൻഡിംഗ് മെഷീൻ നിലവിൽ വരുന്നത് ചെന്നൈ സെൻട്രൽ സ്റ്റേഷനിലാണ്. 2026 ഫെബ്രുവരിയിൽ പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിന് വേദിയാകുന്നത് ഛത്തീസ്ഗഡാണ്. ഭാഗ്യചിഹ്നം മോർവീർ ആണ് ഭാഗ്യചിഹ്നം. 2026 ഫെബ്രുവരിയിൽ പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിന് വേദിയാകുന്നത് ഛത്തീസ്ഗഡ്. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് പകരമായി സ്ഥിരമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഫോട്ടോ പതിച്ച നേറ്റിവിറ്റി കാർഡ് നൽകുമെന്ന് പ്രഖ്യാപിച്ച സംസ്ഥാനം കേരളമാണ് കേട്ടോ. നേറ്റിവിറ്റി കാർഡ് നൽകുമെന്ന് പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് കേരളം. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് പകരമാണ് നേറ്റിവിറ്റി കാർഡ്.
കേരള മോഡൽ ഉത്തരവാദിത്ത പ്രകൃതി കൃഷി ഉപമിഷൻ്റെ ചെയർമാനായി നിയമിതനായത് SM വിജയാനന്ദാണ്. കേരള മോഡൽ ഉത്തരവാദിത്ത പ്രകൃതി കൃഷി ഉപമിഷൻ്റെ ചെയർമാനായി നിയമിതനായത് SM വിജയാനന്ദ്. അടുത്തൊരു ചോദ്യം. പണിയർ വിഭാഗത്തിൽ നിന്നുള്ള ഇന്ത്യയിലെ ആദ്യ വനിതാ പഞ്ചായത്ത് പ്രസിഡന്റായി സ്ഥാനമേറ്റത് അനുശ്രീ സുരേഷാണ്. ചാലിയാർ ഗ്രാമപഞ്ചായത്ത്, മലപ്പുറം ജില്ലയിലെ ചാലിയാർ ഗ്രാമപഞ്ചായത്തിലാണ് അനുശ്രീ സുരേഷ് വനിതാ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് സ്ഥാനമേറ്റുള്ളത്. പണിയർ വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ വ്യക്തിയാണ് കേട്ടോ അവർ. 2026 ICC അണ്ടർ-19 ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻ ആയുഷ് മാത്രയായിരുന്നു കേട്ടോ. ടീമിൽ ഇടം നേടിയ മലയാളികൾ മുഹമ്മദ് ഇനാനും ആരോൺ ജോർജുമാണ്. അണ്ടർ-19 ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ വേദി സിംബാബ്വേയിലും നമീബിയയിലും കൂടിയിട്ടാണ് കേട്ടോ. ശ്രീനാരായണ ഗുരു അഥവാ അഭിനവ ബുദ്ധൻ എന്ന ജീവചരിത്ര ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് P. വാസുദേവൻ ചെമ്പഴന്തിയാണ്. ശ്രീനാരായണ ഗുരു അഥവാ അഭിനവ ബുദ്ധൻ എന്ന ജീവചരിത്ര ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് P. വാസുദേവൻ ചെമ്പഴന്തി. അടുത്തിടെ ക്രിക്കറ്റ് ഓസ്ട്രേലിയയുടെ ഹാൾ ഓഫ് ഫെയിംസിൽ ഇടം നേടിയ മുൻ പേസ് ബൗളർ ബ്രെറ്റ് ലീയാണ്. അടുത്തിടെ ക്രിക്കറ്റ് ഓസ്ട്രേലിയയുടെ ഹാൾ ഓഫ് ഫെയിമിൽ ഇടം നേടിയ മുൻ പേസ് ബൗളർ ബ്രെറ്റ് ലീ. അടുത്തൊരു ചോദ്യം നോക്കാം നമുക്ക്. പുതുവത്സരവേളയിൽ ദേശീയ തലസ്ഥാനത്ത് ക്രമസമാധാനം ഉറപ്പാക്കുന്നതിനായി ഡൽഹി പോലീസ് നടത്തിയ പരിശോധനാ ദൗത്യം ഓപ്പറേഷൻ ആഘാത് 3.0 ആണ്. പുതുവത്സരവേളയിൽ ദേശീയ തലസ്ഥാനത്ത് ക്രമസമാധാനം ഉറപ്പാക്കുന്നതിനായി ഡൽഹി പോലീസ് നടത്തിയ പരിശോധനാ ദൗത്യമാണ് ഓപ്പറേഷൻ ആഘാത് 3.0. 2025 ഡിസംബറിൽ അന്തരിച്ച സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാകിസ്ഥാൻ്റെ SBPയുടെ ആദ്യ വനിതാ ഗവർണർ ഷംഷാദ് അക്തറാണ് കേട്ടോ. 2025 ഡിസംബറിൽ അന്തരിച്ച സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാകിസ്ഥാൻ SBPയുടെ ആദ്യ വനിതാ ഗവർണറായിരുന്നു ഷംഷാദ് അക്തർ. ഒന്ന് ശ്രദ്ധിച്ചു വെച്ചോളാം. അടുത്ത ചോദ്യം. ലോകത്തിലെ ഏറ്റവും വേഗമേറിയ മാഗ്ലേവ് ട്രെയിൻ വിജയകരമായി പരീക്ഷിച്ച രാജ്യം ചൈനയാണ്. 700 km/h ആണ് അതിൻ്റെ വേഗത കേട്ടോ. ലോകത്തിലെ ഏറ്റവും വേഗമേറിയ ട്രെയിനാണ് മാഗ്ലേവ് ട്രെയിൻ. വിജയകരമായി പരീക്ഷിച്ച രാജ്യം ചൈന. നമുക്ക് ഗസ് അടിക്കാം ചൈന തന്നെയാണ് ഇത്തരം ഒരു ടെക്നോളജിയൊക്കെ വികസിപ്പിക്കുക വേഗത്തിൽ എന്നുള്ളത്. 2025 ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് ഓപ്പൺ വിഭാഗം ജേതാവ് മാഗ്നസ് കാൾസൺ. 2025 ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് ഓപ്പൺ വിഭാഗം ജേതാവ് മാഗ്നസ് കാൾസൺ. വനിതാ വിഭാഗം ജേതാവ് അലക്സാൻഡ്ര ഗോറൈഗീന, റഷ്യയുടെ കളിക്കാരിയാണ്. വേദി ദോഹയായിരുന്നു കേട്ടോ ഇതിൻ്റെ വേദി. അടുത്തൊരു ചോദ്യം. ഇന്ത്യൻ നാവികസേനയുടെ അന്തർവാഹിനിയിൽ സഞ്ചരിക്കുന്ന ആദ്യ വനിതാ രാഷ്ട്രപതിയായി ദ്രൗപദി മുർമു മാറിയിട്ടുണ്ട്. കർണാടകയിലെ കാർവാർ തുറമുഖത്ത് നിന്ന് തദ്ദേശീയ അന്തർവാഹിനിയായ INS വാഗ്ഷീറിലാണ് യാത്ര ചെയ്തത്. AP അബ്ദുൽ കലാമാണ് ആദ്യമായി ഈ നേട്ടം നേടിയ രാഷ്ട്രപതി കേട്ടോ. 2025 ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത മലയാള ചലച്ചിത്ര കലാസംവിധായകൻ K. ശേഖറാണ്. ഇന്ത്യയിലെ ആദ്യ 3D ചിത്രമായ മൈ ഡിയർ കുട്ടിച്ചാത്തൻ്റെ കലാസംവിധായകനായിരുന്നു K. ശേഖർ. ഒന്ന് ശ്രദ്ധിച്ചു വെച്ചോളാം. അടുത്തൊരു ചോദ്യം. രാജ്യാന്തര ക്രിക്കറ്റിൽ 10,000 ക്ലബിൽ ഇടം നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ വനിതാ താരമാണ് സ്മൃതി മന്ദാന. ആദ്യത്തേത് മിത്താലി രാജാണ്. രണ്ടാമത്തെ വനിതാ ക്രിക്കറ്റ് താരമാണ് സ്മൃതി മന്ദാന. ആദ്യത്തേത് മിത്താലി രാജാണ്. 10,000 ക്ലബിൽ ഇടം നേടിയ ഇന്ത്യയുടെ രണ്ടാമത്തെ വനിതാ താരം സ്മൃതി മന്ദാന. മനുഷ്യ സമാനമായ നിർമ്മിത ബുദ്ധി AI സംവിധാനങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കാൻ ലക്ഷ്യമിട്ട് കരടു ചട്ടം പുറത്തിറക്കിയ രാജ്യമാണ് ചൈന. മനുഷ്യ സമാനമായ നിർമ്മിത ബുദ്ധി സംവിധാനങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കാൻ ലക്ഷ്യമിട്ട് കരടു ചട്ടം പുറത്തിറക്കിയ രാജ്യം ചൈനയാണ് കേട്ടോ. അടുത്തൊരു ചോദ്യം. 2025 ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത ഫ്രഞ്ച് നടിയും ഗായികയും മൃഗാവകാശ പ്രവർത്തകയുമായ വ്യക്തി ബ്രിജിറ്റ് ബാർദോ ആണ്. ബ്രിജിറ്റ് ബാർദോ 2025 ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത ഫ്രഞ്ച് നടിയും ഗായികയും മൃഗാവകാശ പ്രവർത്തകയുമായ വ്യക്തിയാണ് ബ്രിജിറ്റ് ബാർദോ. 2026 ജനുവരിയിൽ അന്തരിച്ച പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ സമിതി അധ്യക്ഷനായിരുന്ന വിഖ്യാത ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ധനഞ്ജയ ഗാഡ്ഗിലാണ്. 2026 ജനുവരിയിൽ അന്തരിച്ച പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ സമിതി അധ്യക്ഷനായിരുന്ന വിഖ്യാത ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ. കേരളത്തിലെ ആദ്യ വനിതാ വ്യവസായ പാർക്കായ ലെഗസി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ആരംഭിക്കുന്നത് ലക്കിടിയിലാണ്. പാലക്കാട് ലക്കിടിയിലാണ് കേരളത്തിലെ ആദ്യ വനിതാ വ്യവസായ പാർക്കായ ലെഗസി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ആരംഭിക്കുന്നത്. 2026 ജനുവരിയിൽ ആറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് AERB ചെയർമാനായി നിയമിതനായത് AK ബാലസുബ്രഹ്മണ്യനാണ്. AK ബാലസുബ്രഹ്മണ്യനാണ് AERB ആറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിൻ്റെ ചെയർമാനായി 2026 ജനുവരിയിൽ നിയമിതനായത്. ലിസ്റ്റ് A ക്രിക്കറ്റിലെ ഇന്ത്യൻ താരത്തിൻ്റെ വേഗമേറിയ അർദ്ധ സെഞ്ചുറി നേടിയത് സർഫറാസ് ഖാനാണ്. മുംബൈക്ക് വേണ്ടി സർഫറാസ് ഖാനാണ് ലിസ്റ്റ് A ക്രിക്കറ്റിലെ ഇന്ത്യൻ താരത്തിൻ്റെ വേഗമേറിയ അർദ്ധ സെഞ്ചുറി നേടിയിട്ടുള്ളത്.
അടുത്ത ചോദ്യം, ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിയിൽ 2026-27 കാലയളവിലെ അംഗത്വം ലഭിച്ച രാജ്യങ്ങൾ ബഹ്റൈൻ, കൊളംബിയ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ലാത്വിയ, ലൈബീരിയ എന്നീ രാജ്യങ്ങൾക്കാണ് 2026-27 കാലയളവിലെ അംഗത്വം ലഭിച്ചിട്ടുള്ളത്. ദെൻ കേരള സർക്കാരിൻ്റെ 2026 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് തിരുവിഴ ജയശങ്കറാണ്. നാദസ്വര വിദ്വാനായിട്ടുള്ള തിരുവിഴ ജയശങ്കർക്കാണ് കേരള സർക്കാരിൻ്റെ 2026 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്, ശ്രദ്ധിച്ചു വയ്ക്കുക. ദെൻ 2026 ജനുവരിയിൽ ഭൗമസൂചികാ പദവി GI ടാഗ് ലഭിച്ച രാജസ്ഥാനിലെ ഔഷധ സസ്യം നാഗൗരി അശ്വഗന്ധയാണ്. 2026 ജനുവരിയിൽ ഭൗമസൂചികാ പദവി ലഭിച്ച രാജസ്ഥാനിലെ ഔഷധ സസ്യം. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ലക്ഷദ്വീപ് മേഖലയിൽ നിന്നായി കണ്ടെത്തിയ പുതിയ ഇനം സൂക്ഷ്മജീവി ഇന്ത്യ ഫോൺടെ ബിജോയ് എന്നാണ് കേട്ടോ. ഹാർപ്പക്ടോക്കോയിഡ് കോപ്പിപ്പോഡ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഒരു തരം ജീവിയാണ് കേട്ടോ. 2025-26 ആഷസ് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിൽ മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് മിച്ചൽ സ്റ്റാർക്കാണ്. ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് ഓസ്ട്രേലിയ 4-1 പരമ്പര സ്വന്തമാക്കിയിരുന്നു കേട്ടോ. ദെൻ കണ്ണൂർ ജില്ലയിൽ ആറളം വന്യജീവി സങ്കേതത്തെ ചിത്രശലഭ സങ്കേതമായി പുനർനാമകരണം ചെയ്ത് കേരള സർക്കാർ ഉത്തരവ് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. കണ്ണൂർ ജില്ലയിലെ ആറളം വന്യജീവി സങ്കേതത്തെ ചിത്രശലഭ സങ്കേതമായിട്ട് ഉയർത്തിയിട്ടുണ്ട്. ദെൻ ഇത് നിങ്ങൾക്കുള്ള ചോദ്യമാണ്. ക്ലാസ് മുഴുവനും കേൾക്കണവർ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനതല ഡ്രോൺ ഡാറ്റ റിപ്പോസിറ്ററി പദ്ധതി ആരംഭിച്ച സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനതല ഡ്രോൺ ഡാറ്റ റിപ്പോസിറ്ററി സ്ഥാപിച്ച സംസ്ഥാനം. ദെൻ ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള 31 ഏജൻസികൾ ഉൾപ്പെടെ 66 അന്താരാഷ്ട്ര സംഘടനകളിൽ നിന്നും ഉടമ്പടികളിൽ നിന്നും പിന്മാറാൻ തീരുമാനിച്ച രാജ്യം അമേരിക്കയാണ്. ഡൊണാൾഡ് ട്രംപിൻ്റെ നേതൃത്വത്തിൽ പലതരത്തിലുള്ള തീരുമാനങ്ങളാണ് വരുന്നത്, ഒന്ന് ശ്രദ്ധിച്ചു വയ്ക്കുക. വെനസ്വേലയിൽ നിന്ന് എണ്ണ കടത്തിയെന്നാരോപിച്ച് US സേന പിടിച്ചെടുത്ത റഷ്യൻ ഓയിൽ ടാങ്കർ മരീനേറ ബെല്ല 1 എന്ന റഷ്യൻ ഓയിൽ ടാങ്കറാണ് US സേന പിടിച്ചെടുത്തത് കേട്ടോ. ദെൻ 2026 ടാറ്റ സ്റ്റീൽ ബ്ലിറ്റ്സ് ചെസ് ടൂർണമെൻറ്റ് കിരീട ജേതാവ് വെസ്ലി സോ, USA വെസ്ലി സോയാണ്. റണ്ണറപ്പ് നിഹാൽ സെറിനാണ്. നിഹാൽ സെറിനെ തോൽപ്പിച്ചുകൊണ്ടാണ് വെസ്ലി സോ ടാറ്റ സ്റ്റീൽ ബ്ലിറ്റ്സ് ചെസ് ടൂർണമെൻറ്റ് കിരീടം നേടിയത്. ദെൻ രാജ്യാന്തര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന രണ്ടാമത്തെ താരമായി മാറിയത് വിരാട് കോഹ്ലിയാണ്. ശ്രീലങ്കയുടെ കുമാർ സംഗക്കാരയെ 28,016 റൺസ് എന്ന റെക്കോർഡാണ് വിരാട് കോഹ്ലി മറികടന്നത്. ഒന്നാമത് സച്ചിൻ ടെണ്ടുൽക്കറാണ്. 34,357 റൺസാണ് സച്ചിൻ ടെണ്ടുൽക്കറിന് ഉള്ളത്. 2026 ദേശീയ സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് വനിതാ വിഭാഗം ജേതാക്കൾ കേരളമാണ്. 2026 ദേശീയ സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് വനിതാ വിഭാഗം ജേതാക്കൾ കേരളമാണ് കേട്ടോ. ദെൻ അടുത്തൊരു ചോദ്യം, 2026 ജനുവരിയിൽ ദ്വിദിന സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ ജർമ്മൻ ചാൻസലർ ഫെഡറിക് മേഴ്സാണ്. ദ്വിദിന സന്ദർശനത്തിനായിട്ടാണ് ഇന്ത്യയിലെത്തിയിട്ടുള്ളത് അദ്ദേഹം കേട്ടോ. ദെൻ അടുത്തൊരു ചോദ്യം, 2026 ജനുവരിയിൽ സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിൻ്റെ ബാലശാസ്ത്ര സാഹിത്യ അവാർഡിന് അർഹനായത് പ്രദീപ് ഓർക്കാട്ടേരിയാണ്. 2026 ജനുവരിയിൽ സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിൻ്റെ ബാലശാസ്ത്ര സാഹിത്യ അവാർഡിന് അർഹനായത് പ്രദീപ് ഓർക്കാട്ടേരി. കൃതി പുല്ലരി മധുരം മുത്താറി മുതൽ മലഞ്ചാമ വരെയാണ് കേട്ടോ. മുത്താറി മുതൽ മലഞ്ചാമ വരെ. ദെൻ മേഘാലയ ഹൈക്കോടതിയുടെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസായി നിയമിതയായത് ജസ്റ്റിസ് രേവതി മോഹിതേ ദേരയാണ്. മേഘാലയ ഹൈക്കോടതിയുടെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസായി നിയമിതയായത് കേട്ടോ. ദെൻ ബഹിരാകാശത്ത് വെച്ച് ഉപഗ്രഹങ്ങളിൽ ഇന്ധനം നിറയ്ക്കുന്ന ഇൻ ഓർബിറ്റ് റീഫ്യൂവലിംഗ് നൂതന സാങ്കേതിക വിദ്യ പരീക്ഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ഉപഗ്രഹം ആയുൾസാറ്റ് വികസിപ്പിച്ചത് ഓർബിറ്റ് ഐഡ് എയ്റോസ്പേസ് ആണ് കേട്ടോ. ചെന്നൈ കേന്ദ്രീകരിച്ചുള്ള ഓർബിറ്റ് ഐഡ് എയ്റോസ്പേസ് ആണ് ആയുൾസാറ്റ് വികസിപ്പിച്ചത്. 2026 ദേശീയ യുവജന ദിനത്തിൻ്റെ ജനുവരി 12 ദേശീയ യുവജന ദിനത്തിൻ്റെ പ്രമേയം ഇഗ്നൈറ്റ് ദ സെൽഫ് ഇമ്പാക്ട് ദ വേൾഡ് എന്നാണ് 2026 ദേശീയ യുവജന ദിനത്തിൻ്റെ പ്രമേയം. ദെൻ 2026 ജനുവരിയിൽ അന്താരാഷ്ട്ര കൈറ്റ് ഫെസ്റ്റിവൽ ഉത്തരായൺ വേദിയായത് അഹമ്മദാബാദാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജർമ്മൻ ചാൻസലർ ഫെഡറിക് മേഴ്സും സംയുക്തമായി ഉദ്ഘാടനം ചെയ്ത ഫെസ്റ്റിവലാണ് അഹമ്മദാബാദിലെ കൈറ്റ് ഫെസ്റ്റിവൽ കേട്ടോ, അന്താരാഷ്ട്ര കൈറ്റ് ഫെസ്റ്റിവൽ. ഇന്ത്യൻ ജാവലിൻ ത്രോ ചാമ്പ്യൻ നീരജ് ചോപ്രയുടെ പരിശീലക സ്ഥാനത്തു നിന്നും പിന്മാറിയ വ്യക്തി യാൻ ഷെലസ്നി. ഇന്ത്യൻ ജാവലിൻ ത്രോ ചാമ്പ്യൻ നീരജ് ചോപ്രയുടെ പരിശീലക സ്ഥാനത്തു നിന്നും പിന്മാറിയ വ്യക്തി യാൻ ഷെലൻസി.
ദെൻ പരിശീലനം സിദ്ധിച്ച 1,00,000-ലധികം ഡ്രോൺ ഓപ്പറേറ്റർമാരെ അണിനിരത്തിക്കൊണ്ട് കരസേന രൂപീകരിച്ച സ്പെഷ്യൽ ഫോഴ്സസ് ബറ്റാലിയൻ ഭൈരവാണ്. ഭൈരവ് എന്ന പുതിയൊരു ബറ്റാലിയനാണ് കരസേന രൂപീകരിച്ചിട്ടുള്ളത് കേട്ടോ. ദെൻ നിങ്ങൾ അടുത്തൊരു ചോദ്യമാണ്, പ്രാരംഭഘട്ട ക്യാൻസർ നിർണയത്തിനായി ആശാവാൻ മൊബൈൽ യൂണിറ്റ് ആരംഭിച്ച സംസ്ഥാനം. പ്രാരംഭഘട്ട ക്യാൻസർ നിർണയത്തിനായി ആശാവാൻ മൊബൈൽ യൂണിറ്റ് ആരംഭിച്ച സംസ്ഥാനം ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ക്ലാസ്സുകളൊക്കെ മുഴുവനും കാണുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയർ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അടുത്തൊരു ചോദ്യം, 2026 അഖിലേന്ത്യാ സർവകലാശാല അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി മൂഡബിദ്രിയാണ്. കർണാടകയിലെ മൂഡബിദ്രിയിലാണ് 2026 അഖിലേന്ത്യാ സർവകലാശാല അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി. ദെൻ ദക്ഷിണ സുഡാനിലെ ലിംഗസമത്വ പ്രവർത്തനങ്ങൾ മുൻനിർത്തി 2025 UN സെക്രട്ടറി ജനറൽ പുരസ്കാരം നേടിയ ഇന്ത്യൻ ആർമി ഓഫീസർ മേജർ സ്വാതി ശാന്തകുമാറാണ്. 2026 ജനുവരിയിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച ഓസ്ട്രേലിയൻ വനിതാ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ അലീസ ഹീലിയാണ്. ഓസ്ട്രേലിയ വനിതാ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനായ അലീസ ഹീലി 2026 ജനുവരിയിൽ വിരമിക്കൽ പ്രഖ്യാപിച്ചു. ദെൻ 2026 ജനുവരിയിൽ അന്തരിച്ച ഡിൽ ബട്ട് കോമിക് സ്ട്രിപ്പിൻ്റെ സൃഷ്ടാവായ US കാർട്ടൂണിസ്റ്റ് സ്കോട്ട് ആഡംസ് ആണ് 2026 ജനുവരിയിൽ അന്തരിച്ച ഡിൽബർട്ട് കോമിക് സ്ട്രിപ്പിൻ്റെ സൃഷ്ടാവ്. ദെൻ ഐഫോണുകളിൽ അത്യാധുനിക ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI സൗകര്യങ്ങൾ സജ്ജമാക്കുന്നതിനായി ആപ്പിളുമായി സുപ്രധാന കരാറിൽ ഏർപ്പെട്ട കമ്പനി ഗൂഗിളാണ്. ഐഫോണുകളിൽ അത്യാധുനിക ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI സൗകര്യങ്ങൾ സജ്ജമാക്കുന്നതിനായി ആപ്പിളുമായി സുപ്രധാന കരാറിൽ ഏർപ്പെട്ട കമ്പനി ഗൂഗിൾ. ഇന്ത്യയിലെ ആദ്യത്തെ ഡീപ് ടെക് സ്റ്റാർട്ടപ്പ് നയം അവതരിപ്പിച്ച സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി ഡീപ് ടെക് സ്റ്റാർട്ടപ്പ് നയം അവതരിപ്പിച്ച സംസ്ഥാനം തമിഴ്നാട്. ഈ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ചധികം ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഓരോ ചോദ്യവും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ നോട്ടുകൾ തയ്യാറാക്കി പ്രിപ്പയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്കിത് വായിക്കാനൊന്നും നേരം കിട്ടുന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ക്ലാസ്സുകൾ ഇട്ട് ഓണാക്കി നിങ്ങൾ കേൾക്കാനെങ്കിലും ശ്രമിക്കുക കേട്ടോ. അടുത്തൊരു ചോദ്യം, കേരള സർക്കാർ സ്ഥാപനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഇൻ ഗവൺമെൻറ്റിൻ്റെ IMG ഡയറക്ടർ ജനറലായി നിയമിതനായത് ടിങ്കു ബിസ്വാളാണ് IMGയുടെ ഡയറക്ടർ ജനറലായി നിയമിതയായത് കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചു വെച്ചോളാം. ദെൻ സാമൂഹിക ബഹിഷ്കരണം സോഷ്യൽ ബോയ്ക്കോട്ട് കുറ്റകരമാക്കിക്കൊണ്ടുള്ള പുതിയ നിയമം വിജ്ഞാപനം ചെയ്ത സംസ്ഥാനം കർണാടകയാണ്. സാമൂഹിക ബഹിഷ്കരണം സോഷ്യൽ ബോയ്ക്കോട്ട് കുറ്റകരമാക്കിക്കൊണ്ടുള്ള പുതിയ നിയമം വിജ്ഞാപനം ചെയ്ത സംസ്ഥാനം കർണാടകയാണ്. ദെൻ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി NIAയുടെ പുതിയ ഡയറക്ടർ ജനറൽ രാകേഷ് അഗർവാളാണ്. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി NIAയുടെ പുതിയ ഡയറക്ടർ ജനറൽ രാകേഷ് അഗർവാളാണ് NIAയുടെ പുതിയ ഡയറക്ടർ ജനറൽ. ദെൻ ദേശീയ പെൻഷൻ പദ്ധതിക്ക് NPS കീഴിൽ നിശ്ചിത പെൻഷൻ ഉറപ്പാക്കുന്നതിനുള്ള ചട്ടക്കൂട് രൂപീകരിക്കാൻ PFRDA നിയമിച്ച ഉന്നതതല സമിതിയുടെ അധ്യക്ഷൻ ഡോക്ടർ MS സാഹു. ദെൻ 83ാമത് ഗോൾഡൻ ഗ്ലോബ് അവാർഡുകൾ പ്രഖ്യാപിക്കുകയുണ്ടായി 2026. അപ്പോൾ അത് പ്രധാനപ്പെട്ട അവാർഡുകൾ നമുക്ക് നോക്കാം. മികച്ച ടെലിവിഷൻ പരമ്പര ഡ്രാമ വിഭാഗം ദ പിറ്റാണ്. മ്യൂസിക്കൽ ഓർ കോമഡി വിഭാഗം ദ സ്റ്റുഡിയോ. ലിമിറ്റഡ് സീരീസ് ഓർ ആന്തോളജി സീരീസ് അഡോളസൻസ് എന്ന സീരീസാണ്. ഈ 3 സീരീസുകൾക്കാണ് മികച്ച ടെലിവിഷൻ പരമ്പരകൾക്കുള്ള അവാർഡുകൾ കിട്ടിയിട്ടുള്ളത്. ദെൻ മികച്ച സംവിധായകൻ അഥവാ തിരക്കഥാകൃത്ത് 2 അവാർഡും പോൾ തോമസ് ആൻഡേഴ്സൺ ആണ്. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്ന സീരീസിന് അല്ലെങ്കിൽ സിനിമയ്ക്കിടെ അതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ദെൻ അടുത്തത് മികച്ച ചിത്രം ഓർ മ്യൂസിക്കൽ ഓർ കോമഡി ചിത്രമായിട്ടുള്ളത് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്ന ചിത്രമാണ് മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത്. സംവിധാനം പോൾ തോമസ് ആൻഡേഴ്സൺ ആണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. പോൾ തോമസ് ആൻഡേഴ്സൻ്റെ വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ ആണ് മികച്ച മ്യൂസിക്കൽ ഓർ കോമഡി ചിത്രമായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ദെൻ മികച്ച നടി മ്യൂസിക്കൽ ഓർ കോമഡി സിനിമയിലെ മികച്ച നടി റോസ് ബേൺ ആണ്. ഇഫ് ഐ ഹാഡ് ലെഗ്സ് ഐ വുഡ് കിക്ക് യു അതാണ് ആ സിനിമയ്ക്കാണ് മികച്ച നടിയായിട്ട് റോസ് ബേണിനെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ദെൻ മികച്ച വിദേശ ഭാഷാ ചിത്രം ദ സീക്രട്ട് ഏജൻ്റ് ആണ്. ബ്രസീൽ ചിത്രമായിട്ടുള്ള ദ സീക്രട്ട് ഏജൻ്റ് ആണ് മികച്ച വിദേശ ഭാഷാ ചിത്രമായിട്ട് ഗോൾഡൻ ഗ്ലോബ് അവാർഡിന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള വിദേശ ഭാഷാ ചിത്രം ദ സീക്രട്ട് ഏജൻറ്റ്. ബ്രസീൽ ചിത്രമായിട്ടുള്ള ദ സീക്രട്ട് ഏജൻ്റ് ആണ്. ദെൻ മികച്ച നടൻ ഡ്രാമ വിഭാഗത്തിലെ മികച്ച നടൻ വാഗ്നർ മൗറയാണ്. ദ സീക്രട്ട് ഏജൻറ്റ് എന്ന സിനിമയിലെ അഭിനയത്തിന് വാഗ്നർ മൗറയ്ക്കാണ് മികച്ച നടൻ ഡ്രാമ വിഭാഗത്തിലെ അവാർഡ് ഗോൾഡൻ ഗ്ലോബ് അവാർഡ് 2026 ലഭിച്ചിട്ടുള്ളത്. ദെൻ മികച്ച അനിമേറ്റഡ് ചിത്രം K-pop ഡിമോൺ ഹണ്ടേഴ്സ് ആണ്. K-pop ഡിമോൺ ഹണ്ടേഴ്സ് എന്ന ചിത്രമാണ് മികച്ച അനിമേറ്റഡ് ചിത്രം.
ദെൻ ഡ്രാമ വിഭാഗത്തിലെ മികച്ച ചിത്രമായിട്ട് ഹാംനെറ്റ് എന്ന ചിത്രമാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. സംവിധാനം ക്ലോയി ഷാവോ ആണ്. ക്ലോയി ഷാവോ എന്ന ആൾ സംവിധാനം ചെയ്തിട്ടുള്ള ചിത്രമായിട്ടുള്ള ഹാംനെറ്റ് ആണ് മികച്ച ചിത്രമായിട്ട് ഡ്രാമ വിഭാഗത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ദെൻ മികച്ച നടിയായിട്ട് ഡ്രാമ വിഭാഗത്തിൽ നിന്നും ജെസ്സി ബാക്ലിക്കാണ്. ജെസ്സി ബാക്ലി ഹാംനെറ്റ് എന്ന ചിത്രത്തിലെ അഭിനയത്തിനായി ജെസ്സി ബാക്ലിക്കാണ് അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ദെൻ മികച്ച നടൻ മ്യൂസിക്കൽ ഓർ കോമഡി വിഭാഗത്തിൽ തിമോത്തി ഷാലമേക്കാണ്. മാർട്ടി സുപ്രീം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് തിമോത്തി ഷാലമേ എന്ന നടനാണ് മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചിട്ടുള്ളത്. മ്യൂസിക്കൽ ഓർ കോമഡി വിഭാഗത്തിൽ മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ദെൻ അത്രയാണ് ആ ഗോൾഡൻ ഗ്ലോബിലെ ആയി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ദെൻ 2026 ഇന്ത്യയുടെ 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ മുഖ്യ പ്രമേയം വന്ദേമാതരത്തിൻ്റെ 150 വർഷങ്ങൾ എന്നതാണ്. 2026 ഇന്ത്യയുടെ 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ പ്രധാന പ്രമേയം വന്ദേമാതരത്തിൻ്റെ 150 വർഷങ്ങൾ എന്നതാണ്. ദെൻ ന്യൂഡൽഹിയിലെ കർത്തവ്യപഥ് അഥവാ പഴയ രാജ്പഥാണ് ആഘോഷങ്ങൾക്ക് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് വേദിയായിട്ടുള്ളത്. 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളാണ് ഈ കഴിഞ്ഞ മാസം നടന്നത്. ദെൻ 2026 ജനുവരിയിൽ അശോക ചക്ര ബഹുമതി ലഭിച്ച ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി, അശോക ചക്ര അവാർഡ് ലഭിച്ചിട്ടുള്ള ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ശുഭാംശു ശുക്ലയാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിച്ച ആദ്യ ഇന്ത്യക്കാരൻ, ഇന്ത്യൻ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ എന്നീ പദവികൾ ശുഭാംശു ശുക്ലയ്ക്കുണ്ട്. ദെൻ ഇന്ത്യൻ ട്രൈ സർവീസ് ആംഡ് ഫോഴ്സസ് അവതരിപ്പിച്ച ടാബ്ലോയുടെ പ്രമേയം ഓപ്പറേഷൻ സിന്ദൂർ ആണ്. വിക്ടറി ത്രൂ ജോയിന്നസ് എന്ന ഓപ്പറേഷൻ സിന്ദൂർ വിക്ടറി ത്രൂ ജോയിന്നസ് എന്നതായിരുന്നു സേന അവതരിപ്പിച്ച ടാബ്ലോയുടെ പ്രമേയം. ദെൻ വാട്ടർ മെട്രോയും 100% ഡിജിറ്റൽ സാക്ഷരതയും എന്ന പ്രമേയത്തിലാണ് കേരളത്തിൻ്റെ ടാബ്ലോ അവതരിപ്പിച്ചത് കേട്ടോ. കേരളത്തിൻ്റെ ടാബ്ലോ എന്തായിരുന്നു വിഷയം? വാട്ടർ മെട്രോയും 100% ഡിജിറ്റൽ സാക്ഷരതയും എന്നതായിരുന്നു പ്രമേയം. ദെൻ കരസേനയുടെ ബാറ്റിൽ ആർമി ഫോർമേഷൻ, വ്യോമസേനയുടെ സിന്ദൂർ ഫോർമേഷൻ, സൂര്യാസ്ത്ര റോക്കറ്റ് ലോഞ്ചർ, ശക്തി ബാൺ റെജിമെൻറ്റ്, ഭൈരവ് ബറ്റാലിയൻ എന്നിവ ആദ്യമായി പരേഡിൽ പ്രദർശിപ്പിച്ചു കേട്ടോ. കരസേനയുടെ ബാറ്റിൽ ആർമി ഫോർമേഷൻ, വ്യോമസേനയുടെ സിന്ദൂർ ഫോർമേഷൻ, ദെൻ സൂര്യാസ്ത്ര റോക്കറ്റ് ലോഞ്ചർ, ശക്തി ബാൺ റെജിമെൻറ്റ്, ഭൈരവ് ബറ്റാലിയൻ എന്നിവ ആദ്യമായിട്ട് റിപ്പബ്ലിക് ദിന പരേഡിൽ പ്രദർശിപ്പിക്കുകയുണ്ടായി. ദെൻ കീർത്തിചക്ര 2026 കീർത്തിചക്ര ലഭിച്ചത് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർക്കാണ്. ഗഗൻയാൻ ദൗത്യത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട 4 ബഹിരാകാശ യാത്രികരിൽ ഉൾപ്പെട്ട മലയാളി വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റനാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. ദെൻ ചരിത്രത്തിലാദ്യമായി യൂറോപ്യൻ യൂണിയൻ്റെ EU സൈനിക സംഘം ഇന്ത്യൻ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കുചേർന്നു. അപ്പോൾ 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ പ്രത്യേകതയാണ് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് യൂറോപ്യൻ യൂണിയൻ്റെ സൈനിക സംഘം ഇന്ത്യൻ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കുചേർന്നിട്ടുണ്ടായി. ദെൻ 17 സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ഉൾപ്പെടെ ആകെ 30 ടാബ്ലോകളാണ് പരേഡിൽ അണിനിരുന്നത്. കേരളത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. വാട്ടർ മെട്രോയും 100% ഡിജിറ്റൽ സാക്ഷരതയുമായിരുന്നു. 30 ടാബ്ലോകളാണ് പരേഡിൽ മൊത്തത്തിൽ അണിനിരന്നിട്ടുള്ളത്. ദെൻ യൂറോപ്യൻ കൗൺസിൽ പ്രസിഡൻറ്റ് ആൻ്റോണിയോ കോസ്റ്റ, യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡൻറ്റ് ഉർസുല വോൺ ഡെർ ലെയ്ൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. അപ്പോൾ മുഖ്യാതിഥികൾ ആൻ്റോണിയോ കോസ്റ്റയും ഉർസുല വോൺ ഡെർ ലെയ്നുമായിരുന്നു മുഖ്യാതിഥികളായിട്ട് പങ്കെടുത്തിട്ടുള്ളത്. ദെൻ ഗ്രാമപഞ്ചായത്തുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയ AI അധിഷ്ഠിത ചാറ്റ് ബോട്ട് പഞ്ചമാണ്. പഞ്ചായത്ത് അസിസ്റ്റൻറ്റ് ആൻഡ് മെസ്സേജിംഗ് ചാറ്റ് ബോട്ട്. പഞ്ചായത്ത് അസിസ്റ്റൻറ്റ് ആൻഡ് മെസ്സേജിംഗ് ചാറ്റ് ബോട്ട്. ദെൻ സർക്കാർ ജീവനക്കാർക്കായി AI അധിഷ്ഠിത കർത്തവ്യ ഹാജർ സംവിധാനം ആരംഭിച്ച സംസ്ഥാനം കർണാടകയാണ്. കർത്തവ്യ ഹാജർ സംവിധാനം ആരംഭിച്ച സംസ്ഥാനം കർണാടക സംസ്ഥാനമാണ്. സർക്കാർ ജീവനക്കാർക്കായിട്ട് AI അധിഷ്ഠിത കർത്തവ്യ ഹാജർ സംവിധാനം. ദെൻ വിദ്യാർത്ഥികളുടെ മാനസിക സുസ്ഥിരതയും പഠന പുരോഗതിയും ലക്ഷ്യമാക്കി കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതി സ്നേഹം പദ്ധതിയാണ്. വിദ്യാർത്ഥികളുടെ മാനസിക സുസ്ഥിരതയും പഠന പുരോഗതിയും ലക്ഷ്യമാക്കി കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതി സ്നേഹം എന്നാണ് ആ പദ്ധതിയുടെ പേര് കേട്ടോ. ദെൻ പായ് വഞ്ചിയിൽ ലോകം ചുറ്റിയ മലയാളി ലഫ്റ്റനൻറ്റ് കമാൻഡർ K. ദിൽന, പുതുച്ചേരി സ്വദേശി ലഫ്റ്റനൻറ്റ് കമാൻഡർ A. രൂപ എന്നിവർക്ക് ശൗര്യചക്ര ലഭിച്ചു. അപ്പോൾ K. ദിൽന, A. രൂപ എന്നിവർക്കാണ് ശൗര്യചക്ര ലഭിച്ചത്. ഇവർ പായ്വഞ്ചിയിൽ ലോകം ചുറ്റിയ മലയാളികളാണ് കേട്ടോ. ദെൻ അടുത്തിടെ അന്തരിച്ച BBC ഇന്ത്യ മുൻ ബ്യൂറോ ചീഫും എഴുത്തുകാരനുമായ ബ്രിട്ടീഷ് ജേർണലിസ്റ്റ് മാർക്ക് ടളിയാണ്. മാർക്ക് ടളി. അടുത്തിടെ അന്തരിച്ച BBCയുടെ ഇന്ത്യൻ മുൻ ബ്യൂറോ ചീഫും എഴുത്തുകാരനുമായ ബ്രിട്ടീഷ് ജേർണലിസ്റ്റ് മാർക്ക് ടളി. ദെൻ 2026 ജനുവരിയിൽ ഇന്തോ പസഫിക് ഓഷ്യൻസ് ഇനീഷ്യേറ്റീവിൽ IPOI അംഗമായ രാജ്യം സ്പെയിനാണ്. 2026 ജനുവരിയിൽ ഇന്തോ പസഫിക് ഓഷ്യൻസ് ഇനീഷ്യേറ്റീവിൽ അംഗമായ രാജ്യം സ്പെയിനാണ് കേട്ടോ. സ്പെയിൻ. 2026
ഏഷ്യൻ മാനുഫാക്ചറിംഗ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് 6ാം റാങ്കാണ്. 1ാം സ്ഥാനം ചൈനയ്ക്കാണ്. ഏഷ്യൻ മാനുഫാക്ചറിംഗ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് 6ഉം അതിൽ 1ാം റാങ്ക് ഉള്ളത് ചൈനയ്ക്കാണ്. 2026 ഏഷ്യൻ മാനുഫാക്ചർ ഇൻഡെക്സ്. മേജർ അർഷദീപ് സിംഗ് അസം റൈഫിൾസിനും നായിബ് സുബേദാർ ധോലേശ്വർ സുബ പാരാ SF എന്നിവർക്കും കീർത്തി ചക്ര ലഭിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഇടയ്ക്ക് കീർത്തി ചക്ര ലഭിച്ചതാണ് മേജർ അർഷദീപ് സിംഗ്, നായിബ് സുബേദാർ ധോലേശ്വർ സുബ എന്നിവർക്ക്. ഭൗമശാസ്ത്രത്തിനുള്ള 2026 ക്രാഫോർഡ് പ്രൈസ് ലഭിച്ച ഇന്ത്യൻ വംശജൻ വീരഭദ്രൻ രാമനാഥനാണ്. വീരഭദ്രൻ രാമനാഥന് ഭൗമശാസ്ത്രത്തിലെ 2026 ക്രാഫോർഡ് പ്രൈസ് ലഭിച്ച ഇന്ത്യൻ വംശജനാണ് കേട്ടോ. 2026 കാർഷിക വർഷമായി ആചരിക്കാൻ തീരുമാനിച്ച ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശാണ്. 2026 കാർഷിക വർഷമായി ആചരിക്കാൻ തീരുമാനിച്ച ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശാണ്. മധ്യപ്രദേശ്. അടുത്തൊരു ചോദ്യം. 2026 ഫെബ്രുവരിയിൽ അമേരിക്ക ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുള്ള തീരുവ 25-ൽ നിന്നും എത്രയായാണ് കുറച്ചത്? 18% കുറച്ചത്. 2026 ഫെബ്രുവരിയിൽ അമേരിക്ക ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുള്ള തീരുവ 25-ൽ നിന്നും എത്രയായാണ് കുറച്ചത്? 18%. 2026 ഇന്ത്യ AI ഇമ്പാക്റ്റ് ഉച്ചകോടിക്ക് വേദിയാകുന്ന നഗരം ന്യൂഡൽഹിയാണ്. 2026 ഇന്ത്യ AI ഇമ്പാക്റ്റ് ഉച്ചകോടിക്ക് വേദിയാകുന്ന നഗരം ന്യൂഡൽഹി. ഇന്ത്യ AI ഇമ്പാക്റ്റ് സമ്മിറ്റിന് വേദിയായത് ന്യൂഡൽഹി. 2026 അണ്ടർ-19 ക്രിക്കറ്റ് ലോകകപ്പ് ജേതാക്കൾ ഇന്ത്യയാണ്. 2026 അണ്ടർ-19 ക്രിക്കറ്റ് ലോകകപ്പ് ജേതാക്കൾ ഇന്ത്യയാണ്. 2026 ഫെബ്രുവരിയിൽ അന്തരിച്ച സംഗീത സംവിധായകൻ SP വെങ്കിടേഷ് അറിയപ്പെടുന്ന പേര് സംഗീതരാജൻ എന്നാണ്. SP വെങ്കിടേഷ് അറിയപ്പെടുന്ന പേര് സംഗീതരാജൻ എന്നാണ്. 2026 ഫെബ്രുവരിയിൽ അദ്ദേഹം അന്തരിച്ചിരുന്നു കേട്ടോ. അടുത്തത് 2026 ജനുവരിയിൽ സുപ്രീം കോടതി വിധിപ്രകാരം സ്കൂൾ വിദ്യാർത്ഥിനികൾക്കുള്ള ആർത്തവകാല ആരോഗ്യം റൈറ്റ് ടു മെൻസ്ട്രൽ ഹെൽത്ത് ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് അനുച്ഛേദത്തിൻ്റെ ഭാഗമായാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്? ആർട്ടിക്കിൾ 21. ജീവിക്കാനുള്ള അവകാശത്തിൻ്റെ ഭാഗമായിട്ടാണ് മെൻസ്ട്രൽ ഹൈജീനും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 2026 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് കാർലോസ് അൽക്കാരസ് ആണ്. കാർലോസ് അൽക്കാരസ് ആണ് 2026 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത്. കാർലോസ് അൽക്കാരസ് സ്പെയിൻ താരമാണ് കാർലോസ് അൽക്കാരസ്. 2026 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് എലേന റൈബാക്കിന. കസാക്കിസ്ഥാൻ്റെ താരമായിട്ടുള്ള എലേന റൈബാക്കിനെയാണ് 2026 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് കേട്ടോ. അടുത്തൊരു ചോദ്യം. ഇന്ത്യയിൽ മെനോപോസ് ക്ലിനിക് നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ഇന്ത്യയിൽ മെനോപോസ് ക്ലിനിക് നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം മഹാരാഷ്ട്ര. അടുത്ത ചോദ്യം. കേരളത്തിൻ്റെ ഔദ്യോഗിക സൂക്ഷ്മാണുവായി തിരഞ്ഞെടുക്കപ്പെട്ടത് ബാസിലസ് സബ്സ്റ്റിലിസ്. സൂക്ഷ്മാണുക്കൾക്ക് സംസ്ഥാനതല അംഗീകാരം നൽകിയ ആദ്യ സംസ്ഥാനമാണ് കേരളം കേട്ടോ. ബാസിലസ് സബ്സ്റ്റിലിസ് ആണ് കേരളത്തിൻ്റെ ഔദ്യോഗിക സൂക്ഷ്മാണുവായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷികളുടെ അത്ലറ്റ്സ് തയ്യാറാക്കുന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ സംസ്ഥാനം ഗോവയാണ്. ആദ്യ സംസ്ഥാനം കേരളമായിരുന്നു. രണ്ടാമത്തെ സംസ്ഥാനം പക്ഷികളുടെ അത്ലറ്റ്സ് തയ്യാറാക്കുന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ സംസ്ഥാനം ഗോവ, ആദ്യ സംസ്ഥാനം കേരളം. അടുത്തൊരു ചോദ്യം. സഹകരണ സംഘങ്ങളുടെ നേതൃത്വത്തിലുള്ള രാജ്യത്തെ ആദ്യ ഓൺലൈൻ ടാക്സി സർവീസ് ഭാരത് ടാക്സിയാണ്. സഹകരണ സംഘങ്ങളുടെ നേതൃത്വത്തിലുള്ള രാജ്യത്തെ ആദ്യ ഓൺലൈൻ ടാക്സി സർവീസ് ഭാരത് ടാക്സിയാണ്. ഗവൺമെൻറ് സപ്പോർട്ടഡ് ടാക്സി പ്ലാറ്റ്ഫോം ഇൻ ഇന്ത്യയാണ് ഭാരത് ടാക്സി. ഗിഗ് വർക്കേഴ്സ് ഇൻ ഇന്ത്യ. 2026 ജനുവരിയിൽ ഗിഗ് വർക്കേഴ്സ് വെൽഫെയർ ബോർഡ് സ്ഥാപിച്ച സംസ്ഥാനം കർണാടകയാണ് കേട്ടോ. കർണാടകയാണ് 2026 ജനുവരിയിൽ ഗിഗ് വർക്കേഴ്സ് വെൽഫെയർ ബോർഡ് സ്ഥാപിച്ചത്. കർണാടക സംസ്ഥാനത്തിലാണ്. ഇന്ത്യയുടെ മുൻ കരസേനാ മേധാവി MM നരവനെയുടെ ആത്മകഥ 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്നതാണ് ഇന്ത്യൻ മുൻ കരസേനാ മേധാവി MM നരവനെയുടെ ആത്മകഥ കേട്ടോ. അടുത്തൊരു ചോദ്യം നോക്കാം. 2025-26 വർഷത്തെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ ജേതാക്കൾ സർവീസസ് ആണ്. 2025-26 വർഷത്തെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ ജേതാക്കൾ സർവീസസ് ആണ്. കേരളത്തെ 1-0 പരാജയപ്പെടുത്തിയാണ് സർവീസസ് കിരീടം നേടിയിട്ടുള്ളത് കേട്ടോ. 2025-26 വർഷത്തിൽ. 2026 വിൻ്റർ ഒളിമ്പിക്സിൻ്റെയും വിൻ്റർ പാരാലിമ്പിക്സിൻ്റെയും ഭാഗ്യചിഹ്നങ്ങൾ ടീന ആൻഡ് മിലോയാണ്. ടീന ആൻഡ് മിലോ എന്നീ ചിഹ്നങ്ങളാണ് 2026 വിൻ്റർ ഒളിമ്പിക്സിൻ്റെയും വിൻ്റർ പാരാലിമ്പിക്സിൻ്റെയും ഭാഗ്യചിഹ്നങ്ങളായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇന്ത്യയിലെ ആദ്യ അവയവമാറ്റ ആശുപത്രി നിലവിൽ വരുന്നത് ചേവായൂരിലാണ്. കോഴിക്കോടിലെ ചേവായൂരിലാണ് ഇന്ത്യയിലെ ആദ്യ അവയവമാറ്റ ആശുപത്രി നിലവിൽ വരുന്നത്. ചേവായൂർ, കോഴിക്കോട്.
കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ 2025 കണക്കുകൾ പ്രകാരം കേരളത്തിലെ മികച്ച പോലീസ് സ്റ്റേഷനായി തിരഞ്ഞെടുത്തത് ഇരിട്ടി പോലീസ് സ്റ്റേഷനാണ്. കണ്ണൂരിലെ ഇരിട്ടി പോലീസ് സ്റ്റേഷനാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ 2025 കണക്കുകൾ പ്രകാരം കേരളത്തിലെ മികച്ച പോലീസ് സ്റ്റേഷനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്തൊരു ചോദ്യം, ബംഗ്ലാദേശിലെ പുതിയ പ്രധാനമന്ത്രി താരിഖ് റഹ്മാനാണ് ബംഗ്ലാദേശിലെ പുതിയ പ്രധാനമന്ത്രി. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഹെലികോപ്റ്റർ നിർമ്മാണശാല നിലവിൽ വരുന്നത് വെമഗലാണ്. കർണാടകയിലെ വെമഗലിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഹെലികോപ്റ്റർ നിർമ്മാണശാല നിലവിൽ വരുന്നത്. കർണാടകയിലെ വെമഗൽ. അടുത്തൊരു ചോദ്യം, 2020 ക്രിക്കറ്റിൽ 700 വിക്കറ്റുകൾ നേടുന്ന ആദ്യ താരമായി മാറിയത് റാഷിദ് ഖാനാണ്. അഫ്ഗാനിസ്ഥാൻ്റെ റാഷിദ് ഖാനാണ് 2020 ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ അഥവാ 700 വിക്കറ്റുകൾ നേടുന്ന ആദ്യ താരമായിട്ട് മാറിയിട്ടുള്ളത് കേട്ടോ. PM റാഹത്ത് സ്കീമാണ്. റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര ചികിത്സ ഉറപ്പിക്കാനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച സൗജന്യ ചികിത്സാ പദ്ധതി PM റാഹത്ത് ഫോർ റോഡ് ആക്സിഡൻറ്റ് വിക്ടിംസ് ഹോസ്പിറ്റലൈസേഷൻ ആൻഡ് അഷ്വേർഡ് ട്രീറ്റ്മെൻറ്റ് എന്നാണ് റാഹത്തിൻ്റെ ഫുൾ ഫോം. 2026 ഫെബ്രുവരിയിൽ നാറ്റോ ആരംഭിച്ച പുതിയ ആർട്ടിക് ദൗത്യം ആർട്ടിക് സെൻട്രി എന്നതാണ്. 2026 ഫെബ്രുവരിയിൽ നാറ്റോ ആരംഭിച്ച പുതിയ ആർട്ടിക് ദൗത്യം ആർട്ടിക് സെൻട്രി. PSLV C-62 ദൗത്യത്തിൻ്റെ പരാജയത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഉന്നതതല സമിതിയുടെ അധ്യക്ഷൻ. PSLV C-62 ദൗത്യത്തിൻ്റെ പരാജയത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഉന്നതതല സമിതിയുടെ അധ്യക്ഷൻ പ്രൊഫസർ K. വിജയരാഘവൻ. അടുത്തൊരു ചോദ്യം, ഇന്ത്യയിലെ ആദ്യ ഡിസബിലിറ്റി റീഹാബിലിറ്റേഷൻ യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിസബിലിറ്റി റീഹാബിലിറ്റേഷൻ യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്നത് വയനാട് ജില്ലയിലാണ് കേട്ടോ. വയനാട്. ഇന്ത്യൻ വ്യോമസേനാ അഭ്യാസമായ വായുശക്തി 2026 വേദിയാകുന്നത് പൊക്രാനാണ്. ഇന്ത്യൻ വ്യോമസേനാ അഭ്യാസമായ വായുശക്തി 2026 വേദിയാകുന്നത് പൊക്രാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിട്ടോ. സംസ്ഥാന സർക്കാരിൻ്റെ 2026 നിശാഗന്ധി പുരസ്കാരം ലഭിച്ചത് ദർശന ജാവേരി. മണിപ്പൂരി നർത്തകിയായിട്ടുള്ള ദർശന ജാവേരിക്കാണ് സംസ്ഥാന സർക്കാരിൻ്റെ 2026 നിശാഗന്ധി പുരസ്കാരം ലഭിച്ചത്. 2020 ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം യുവരാജ് സമറയാണ്. കാനഡയുടെ കളിക്കാരനായിട്ടുള്ള യുവരാജ് സമറയാണ് 2020 ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായിട്ടുള്ളത്. ഈ കഴിഞ്ഞ വേൾഡ് കപ്പിലാണ് അദ്ദേഹം സെഞ്ചുറി നേടിയിട്ടുള്ളത്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ സോളാർ വാട്ടർ ട്രാൻസ്പോർട്ട് സ്റ്റേഷൻ വൈക്കത്താണ് നിലവിൽ വരുന്നത്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ സോളാർ വാട്ടർ ട്രാൻസ്പോർട്ട് സ്റ്റേഷൻ വൈക്കത്താണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം. അടുത്തത്, 2026 ഫെബ്രുവരിയിൽ അന്തരിച്ച ഡേവിഡ് ജെ ഹാർബൻ അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? ഇൻ്റർനെറ്റിൻ്റെ മുത്തച്ഛൻ എന്നാണ് 2026 ഫെബ്രുവരിയിൽ അന്തരിച്ച ഡേവിഡ് ജെ ഹാർബൻ അറിയപ്പെടുന്നത്. ഇൻ്റർനെറ്റിൻ്റെ മുത്തച്ഛൻ എന്നാണ് കേട്ടോ. കേരളത്തിൽ കായലിന് കുറുകെ നിർമ്മിച്ച ഏറ്റവും നീളം കൂടിയ പാലം പെരുമ്പളം പാലമാണ്. ആലപ്പുഴയിലെ പെരുമ്പളത്താണ് കേരളത്തിലെ കായലിന് കുറുകെ നിർമ്മിച്ച ഏറ്റവും നീളം കൂടിയ പാലമുള്ളത്. അടുത്തൊരു ചോദ്യം, BCC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ 2025 പുരസ്കാരം സ്മൃതി മന്ദാനയ്ക്കാണ് ലഭിച്ചത്. BCC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ 2025 പുരസ്കാരം സ്മൃതി മന്ദാന. 2027 ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇമ്പാക്റ്റ് ഉച്ചകോടിക്ക് വേദിയാകുന്നത് ജനീവയാണ്. സ്വിറ്റ്സർലാൻഡിലെ ജനീവയാണ് 2027 ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇമ്പാക്റ്റ് ഉച്ചകോടിക്ക് വേദിയാകുന്നത്. സ്വിറ്റ്സർലാൻഡിലെ ജനീവ. 2026 ബയോ ഏഷ്യ ഉച്ചകോടിക്ക് വേദിയാകുന്ന നഗരം ഹൈദരാബാദാണ്. 2026 ബയോ ഏഷ്യ ഉച്ചകോടിക്ക് വേദിയാകുന്ന നഗരം ഹൈദരാബാദ്. ഇന്ത്യയുടെ മൂന്നാമത്തെ ആണവ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനി INS അരിദമനാണ്. ഇന്ത്യയുടെ മൂന്നാമത്തെ ആണവ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനി INS അരിദമൻ. അടുത്തൊരു ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ട്രൈബൽ മൾട്ടിപർപ്പസ് സെൻറ്റർ നിലവിൽ വരുന്നത് വാളന്തോടാണ്. വാളന്തോട് മലപ്പുറത്താണ് കേരളത്തിലെ ആദ്യത്തെ ട്രൈബൽ മൾട്ടിപർപ്പസ് സെൻറ്റർ നിലവിൽ വരുന്നത് കേട്ടോ. 2026 ഫെബ്രുവരിയിൽ സമ്പൂർണ്ണ നക്സൽ വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം ബീഹാറാണ്. 2026 ഫെബ്രുവരിയിൽ സമ്പൂർണ്ണ നക്സൽ വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം ബീഹാർ. ഓപ്പറേഷൻ സ്ട്രിപ്സ് എന്ന
ഏത് ജീവിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്പറേഷൻ സ്ട്രിപ്സ് ഏത് ജീവിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കടുവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കേട്ടോ. കടുവയുമായി ബന്ധപ്പെട്ട ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സ്ട്രിപ്സ്. ദെൻ 79ാമത് ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡ്സ് BAFTA ബാഫ്റ്റ 2026 മികച്ച നടൻ റോബർട്ട് അരാമായോ ഐ സ്വെയർ എന്ന ചിത്രത്തിലാണ്. ദെൻ മികച്ച നടി ജെസ്സി ബക്ലി ഹാംനെറ്റ് എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് അവർക്ക് അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ദെൻ 79ാമത് ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡ്സിലെ മികച്ച ചിത്രം വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. മികച്ച സംവിധായകൻ പോൾ തോമസ് ആൻഡേഴ്സൺ വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്ന ചിത്രത്തിലെ സംവിധാനത്തിനാണ് അദ്ദേഹത്തിന് ബാഫ്റ്റ അവാർഡ് ലഭിച്ചത്. ദെൻ 2026 ഖത്തർ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ജേതാവ് കാർലോസ് അൽക്കാരസ് ആണ്. 2026 ഖത്തർ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ജേതാവ് കാർലോസ് അൽക്കാരസ്. സ്പെയിൻ താരമാണ് കാർലോസ് അൽക്കാരസ് കേട്ടോ. ദെൻ ഇന്ത്യ USA സ്പെഷ്യൽ ഫോഴ്സുകളുടെ 16ാമത് സൈനികാഭ്യാസമായ വജ്രപ്രഹാർ 2026 വേദി ബക്ലോ ആണ്. ഹിമാചൽ പ്രദേശിലെ ബക്ലോ. ഇന്ത്യ USA സ്പെഷ്യൽ ഫോഴ്സുകളുടെ 16ാമത് സൈനികാഭ്യാസമായ വജ്രപ്രഹാർ 2026 വേദി ബക്ലോ. 2026 ഫെബ്രുവരിയിൽ അന്തരിച്ച മുൻ കേന്ദ്ര റെയിൽവേ മന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ വ്യക്തി മുകുൾ റോയ് ആണ്. 2026 ഫെബ്രുവരിയിൽ അന്തരിച്ച മുൻ കേന്ദ്ര റെയിൽവേ മന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ വ്യക്തി മുകുൾ റോയ്. ദെൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ ഇന്ത്യയുടെ ആദ്യ സമഗ്ര ഭീകരവിരുദ്ധ നയം പ്രഹാറാണ്. PRAHAAR ആണ് കേട്ടോ. പ്രിവെൻഷൻ, റെസ്പോൺസസ്, അഗ്രിഗേറ്റിംഗ് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് റൂൾസ് ഓഫ് ലോ, അറ്റനുവേറ്റിംഗ്, അലൈനിങ് ആൻഡ് ഷേപ്പിംഗ്, റിക്കവറി ആൻഡ് റീസൈലിയൻസ് എന്നതാണ് പ്രഹാറിൻ്റെ ഫുൾ ഫോം കേട്ടോ. 2026 വനിതാ ഏഷ്യ കപ്പ് റൈസിംഗ് സ്റ്റാർസ് ക്രിക്കറ്റ് ടൂർണമെൻറ്റ് ജേതാക്കൾ ഇന്ത്യയാണ്. റണ്ണേഴ്സ് അപ്പ് ബംഗ്ലാദേശ്. 2026 വനിതാ ഏഷ്യ കപ്പ് റൈസിംഗ് സ്റ്റാർസ് ക്രിക്കറ്റ് ടൂർണമെൻറ്റ് ജേതാക്കൾ ഇന്ത്യ. റണ്ണേഴ്സ് അപ്പ് ബംഗ്ലാദേശ്. 2026 ഫെബ്രുവരിയിൽ കമ്മീഷൻ ചെയ്യുന്ന ഇന്ത്യൻ നേവിയുടെ ആൻറ്റി സബ്മറൈൻ യുദ്ധക്കപ്പൽ INS അഞ്ചദ്വീപാണ്. ഡോൾഫിൻ ഹണ്ടർ എന്നറിയപ്പെടുന്നു. നിർമ്മിച്ചത് ഗാർഡർ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് കൊൽക്കത്തയാണ് നിർമ്മിച്ചത് കേട്ടോ. ഡോൾഫിൻ ഹണ്ടർ എന്നാണ് INS അഞ്ചദ്വീപ് അറിയപ്പെടുന്നത്. ദെൻ സ്ത്രീകൾക്ക് രാത്രി സമയങ്ങളിൽ സുരക്ഷിതമായും സ്വതന്ത്രമായും സഞ്ചരിക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള പോലീസ് ആരംഭിച്ച പദ്ധതി നിർഭയ നിശ കേരള പോലീസിൻ്റെ പദ്ധതിയാണ് കേട്ടോ. ദെൻ 79 ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡ്സിലെ മികച്ച വിദേശ ചിത്രം സെൻറ്റിമെൻ്റൽ വാല്യൂ, നോർവേയുടെ സെൻറ്റിമെൻ്റൽ വാല്യൂ ആണ്. ബെസ്റ്റ് ചിൽഡ്രൻ ആൻഡ് ഫാമിലി ഫിലിം ബൂങ് എന്നതാണ്. ഇന്ത്യൻ ചിത്രമാണ് കേട്ടോ. ബൂങ് എന്നത് ബെസ്റ്റ് ചിൽഡ്രൻ ആൻഡ് ഫാമിലി ഫിലിമാണ് ബൂങ്. ദെൻ മികച്ച തിരക്കഥ റയാൻ കൂഗറിൻ്റെയാണ്. സിന്നേഴ്സ് എന്ന ചിത്രത്തിൻ്റെ തിരക്കഥയാണ് റയാൻ കൂഗർ എഴുതിയിട്ടുള്ളത്. ദെൻ മികച്ച അനിമേഷൻ ചിത്രം സൂട്ടോപ്പിയ 2 ആണ്. സൂട്ടോപ്പിയ 2 എന്ന ചിത്രമാണ് മികച്ച ആനിമേഷൻ ചിത്രമായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ദെൻ അടുത്തിടെ അന്തരിച്ച പ്രമുഖ സോഷ്യോളജിസ്റ്റും എഴുത്തുകാരനും അധ്യാപകനുമായ വ്യക്തി പ്രൊഫസർ TK ഉമ്മനാണ്. സച്ചാർ കമ്മിറ്റി 2005-6 അംഗമായിരുന്നു. പത്മഭൂഷൺ 2008 ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആത്മകഥ ഫ്രം ഭാരത് ടു ഇന്ത്യ ആൻ അക്കാദമിക് ജേണി എന്നതാണ്. ഫ്രം ഭാരത് ടു ഇന്ത്യ ആൻ അക്കാദമിക് ജേണി. ദെൻ അടുത്തിടെ വന്യജീവി ദീദി സാമൂഹികാധിഷ്ഠിത വന്യജീവി സംരക്ഷണ പദ്ധതി ആരംഭിച്ചത് പലമാവു ടൈഗർ റിസർവിലാണ്. ജാർഖണ്ഡിലെ പലമാവു ടൈഗർ റിസർവിലാണ് വന്യജീവി ദീദി എന്ന പദ്ധതി ആരംഭിച്ചത്. ദെൻ ഗഗൻയാൻ ദൗത്യത്തിൻ്റെ ഭാഗമായി ISROയുടെ ഗ്രൗണ്ട് സ്റ്റേഷൻ സജ്ജമായ ഓസ്ട്രേലിയൻ ദ്വീപ് കോക്കോസ് കീലിംഗ് ദ്വീപാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന കോക്കോസ് ദ്വീപ് അഥവാ കീലിംഗ് ദ്വീപാണ് കേട്ടോ. 2026 ഫെബ്രുവരിയിൽ നീതി ആയോഗിൻ്റെ ഇടക്കാല CEO ആയി നിയമിതയായത് നിധി ചിബ്ബറാണ്. 2026 ഫെബ്രുവരിയിൽ നീതി ആയോഗിൻ്റെ ഇടക്കാല CEO ആയി നിയമിതനായത് BVR സുബ്രഹ്മണ്യം വിരമിച്ച ഒഴിവിലേക്കാണ് ഇദ്ദേഹത്തിൻ്റെ നിയമനം കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്, ഒന്ന് ശ്രദ്ധിച്ചു വെച്ചോളാം. ദെൻ താളിയോല ഗവേഷണങ്ങൾക്കായി ഇൻ്റർനാഷണൽ ആർക്കൈവ്സ് ആൻഡ് ഹെറിറ്റേജ് സെൻറ്റർ നിലവിൽ വന്നത് തിരുവനന്തപുരത്താണ്. കേരള സർവകലാശാല കാര്യവട്ടം ക്യാമ്പസിലാണ് താളിയോല ഗവേഷണങ്ങൾക്കായി ഇൻ്റർനാഷണൽ ആർക്കൈവ്സ് നിലവിൽ വന്നത്. ദെൻ US കമ്പനിയായ മൈക്രോൺ ടെക്നോളജിയുടെ കീഴിൽ ഇന്ത്യയിലെ ആദ്യത്തെ സെമി കണ്ടക്ടർ ATMP അസംബ്ലി ടെസ്റ്റിംഗ് മാർക്കറ്റിംഗ് ആൻഡ് പാക്കേജിംഗ് പ്ലാന്റ് സ്ഥാപിതമായത് സാനന്ദാണ്, ഗുജറാത്തിലെ സാനന്ദിൽ. ദെൻ 2026 ഫെബ്രുവരിയിൽ ഐക്യരാഷ്ട്രസഭയുടെ സീറോ വേസ്റ്റ് സിറ്റി പദ്ധതി കൈവരിച്ച കേരളത്തിലെ നഗരസഭ വർക്കലയാണ്. തിരുവനന്തപുരത്തെ വർക്കലയാണ് 2026 ഫെബ്രുവരിയിൽ ഐക്യരാഷ്ട്രസഭയുടെ സീറോ വേസ്റ്റ് സിറ്റി പദവി കൈവരിച്ച കേരളത്തിലെ നഗരസഭ. തിരുവനന്തപുരം ജില്ലയിലെ വർക്കല. ദെൻ പശ്ചിമതീര കനാൽ പദ്ധതിയിലെ ആക്കുളം ചേറ്റുവ ജലപാതയിലുള്ള ചരിത്രപ്രധാനമായ തുരങ്കം
ചിലക്കൂർ തുരങ്കം വർക്കലയിലെ ചിലക്കൂർ തുരങ്കമാണ്. കോവളം ബേക്കൽ പശ്ചിമതീര കനാൽ പദ്ധതി വെസ്റ്റ് കോസ്റ്റ് കനാൽ പ്രൊജക്ട് നടപ്പിലാക്കുന്ന ഏജൻസി കേരള വാട്ടർവേയ്സ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് ആണ്. ക്വിൽ എന്നാണ് കേട്ടോ. ദെൻ 2026 ദേശീയ ശാസ്ത്ര ദിനം ഫെബ്രുവരി 28 പ്രമേയം വുമൺ ഇൻ സയൻസ് കാറ്റലൈസിംഗ് വികസിത് ഭാരത്. വുമൺ ഇൻ സയൻസ് കാറ്റലൈസിംഗ് വികസിത് ഭാരത് എന്നതാണ് ദേശീയ ശാസ്ത്ര ദിനത്തിൻ്റെ പ്രമേയം 2026. ദെൻ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധ ഹെലികോപ്റ്ററിൽ സഹ പൈലറ്റാകുന്ന ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ്. രാജ്യത്തെ ആദ്യത്തെ തദ്ദേശീയ ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്ററായ LCH പ്രചണ്ഡിലാണ് യാത്ര ചെയ്തത് കേട്ടോ. ദ്രൗപദി മുർമു യാത്ര ചെയ്തത് LCH പ്രചണ്ഡിലാണ് കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ കംപ്രസ്ഡ് ബയോഗ്യാസ് CBG പ്ലാന്റ് സ്ഥാപിതമായത് ബ്രഹ്മപുരമാണ്. എറണാകുളത്തെ ബ്രഹ്മപുരത്താണ് കേരളത്തിലെ ആദ്യത്തെ കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിതമായത്. എറണാകുളത്തെ ബ്രഹ്മപുരം CBG പ്ലാന്റാണ്, ശ്രദ്ധിച്ചു വയ്ക്കുക. ദെൻ അടുത്ത ചോദ്യം, നക്ഷത്ര നിരീക്ഷണത്തിനായി ദക്ഷിണേന്ത്യയിലെ ആദ്യ ഡാർക്ക് സ്കൈ പാർക്ക് ആരംഭിച്ചത് കൊല്ലിമല, തമിഴ്നാട് കൊല്ലിമലയിലാണ്. നക്ഷത്ര നിരീക്ഷണത്തിനായി ദക്ഷിണേന്ത്യയിലെ ആദ്യ ഡാർക്ക് സ്കൈ പാർക്ക് ആരംഭിച്ചത് തമിഴ്നാട്ടിലെ കൊല്ലിമലയിലാണ് കേട്ടോ. ദെൻ അടുത്തൊരു ചോദ്യം, സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO ആവിഷ്കരിച്ച പ്രത്യേക ശാസ്ത്ര പരിശീലന പരിപാടി യുവവിജ്ഞാനി കാര്യക്രമാണ്. യുവിക എന്നാണ് ഷോർട്ട് ഫോം കൊടുത്തിട്ടുള്ളത്. യുവവിജ്ഞാനി കാര്യക്രം എന്നതാണ് ISRO ആവിഷ്കരിച്ച പ്രത്യേക ശാസ്ത്ര നിരീക്ഷണ പരിപാടി കേട്ടോ. ദെൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ RBIയുടെ രണ്ടാമത്തെ ഹൈ സെക്യൂരിറ്റി ഡാറ്റാ സെൻറ്റർ നിലവിൽ വന്നത് ഭുവനേശ്വറിലാണ്. പ്രൈമറി ഡാറ്റാ സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് ഖാർഘർ, നവി മുംബൈയിലെ ഖാർഘറിലാണ് പ്രൈമറി ഡാറ്റാ സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത്. രണ്ടാമത്തെ ഹൈ സെക്യൂരിറ്റി ഡാറ്റാ സെൻറ്റർ ഭുവനേശ്വറിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. ദെൻ 2025-26 വർഷത്തെ സ്ത്രീ സമാധാനം സുരക്ഷാ സൂചികയിൽ ഒന്നാമതെത്തിയ രാജ്യം ഡെൻമാർക്കാണ്. ഇന്ത്യയുടെ സ്ഥാനം 131 കേട്ടോ. 131 സ്ഥാനമാണ് ഇന്ത്യക്ക് സ്ത്രീ സമാധാനം എന്നുള്ള വിഭാഗത്തിൽ കേട്ടോ. ദെൻ ബ്രിക്സ് കൂട്ടായ്മയുടെ ഷെർപ്പ മീറ്റിങ്ങിന് 2026 വേദിയാകുന്നത് ന്യൂഡൽഹിയാണ്. ബ്രിക്സ് കൂട്ടായ്മയുടെ ഷെർപ്പ മീറ്റിങ്ങിന് 2026 വേദിയാകുന്നത് ന്യൂഡൽഹിയിലാണ്. ദെൻ ലോകകപ്പ് ക്രിക്കറ്റിൽ അർദ്ധ സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളി അലിഷാൻ ഷറഫു ആണ്. അലിഷാൻ ഷറഫു കളിക്കുന്ന രാജ്യം UAEക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം കളിക്കുന്നത്. അലിഷാൻ ഷറഫു ലോകകപ്പ് ക്രിക്കറ്റിൽ അർദ്ധ സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളിയാണ് കേട്ടോ അദ്ദേഹം. ദെൻ അടുത്തൊരു ചോദ്യം, 2026 നടക്കുന്ന നാവികാഭ്യാസമായ മിലാൻ 2026 വേദിയാകുന്നത് വിശാഖപട്ടണമാണ്. 2026 നടക്കുന്ന നാവികാഭ്യാസമായ മിലാൻ 2026 വേദിയാകുന്നത് വിശാഖപട്ടണം കേട്ടോ. ദെൻ അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യ മ്യൂസിക്കൽ റോഡ് നിലവിൽ വന്നത് മുംബൈയിലാണ്. ഇന്ത്യയിലെ ആദ്യ മ്യൂസിക്കൽ റോഡ് നിലവിൽ വന്നത് മുംബൈയിലാണ്. ദെൻ ഇന്ത്യയിലെ ആദ്യ ജാതിരഹിത ഗ്രാമം സൗന്ദല, മഹാരാഷ്ട്രയിലെ സൗന്ദലയാണ് ഇന്ത്യയിലെ ആദ്യ ജാതിരഹിത ഗ്രാമമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. സൗന്ദല കേട്ടോ. ദെൻ അടുത്തൊരു ചോദ്യം, ഭൗതിക വെല്ലുവിളികൾ നേരിടുന്നവർക്കായി രാജ്യത്ത് ആദ്യമായി പാഠ്യപദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം കേരളമാണ്. ഭൗതിക വെല്ലുവിളികൾ നേരിടുന്നവർക്കായി രാജ്യത്ത് ആദ്യമായി പാഠ്യപദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം കേരളമാണ്. 2025 കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 91 സ്ഥാനമാണ്. ഈ റിപ്പോർട്ട് പ്രകാരം അഴിമതി ഏറ്റവും കുറഞ്ഞ രാജ്യം ഡെൻമാർക്കാണ് കേട്ടോ. ഇന്ത്യയുടെ സ്ഥാനം 91 ആണ്. ഈ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യം ഡെൻമാർക്കാണ് എന്നുള്ളതുകൂടി നോക്കി വയ്ക്കുക. ദെൻ 2026 ഫെബ്രുവരിയിലെ കണക്കുകൾ പ്രകാരം ഹെയ്ലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 75 സ്ഥാനമാണ്. ഹെയ്ലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 75. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ അന്താരാഷ്ട്ര വിദ്യാലയം മുണ്ടേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കണ്ണൂർ. കണ്ണൂരിലെ മുണ്ടേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ അന്താരാഷ്ട്ര വിദ്യാലയം എന്ന പദവി കിട്ടിയിട്ടുള്ളത് കേട്ടോ. ദെൻ അടുത്തൊരു ചോദ്യം നോക്കാം, 2025 ആസിയാൻ ഉച്ചകോടിക്ക് വേദിയാകുന്ന നഗരം കോലാലംപൂരാണ്. മലേഷ്യയിലെ കോലാലംപൂരാണ് 2025 ആസിയാൻ ഉച്ചകോടിക്ക് വേദിയാകുന്ന നഗരം. മലേഷ്യയിലെ കോലാലംപൂർ. ദെൻ അടുത്ത ചോദ്യം, ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് തുല്യ അവസര നയം തയ്യാറാക്കുന്നതിനായി രൂപീകരിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷ ജസ്റ്റിസ് ആശാ മേനോനാണ്. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് തുല്യ അവസര നയം തയ്യാറാക്കുന്നതിന് രൂപീകരിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷ ജസ്റ്റിസ് ആശാ മേനോൻ. 2025 ചെറുകാട് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഏഴാച്ചേരി രാമചന്ദ്രനാണ്. 2025 ചെറുകാട് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഏഴാച്ചേരി രാമചന്ദ്രൻ. ഇദ്ദേഹത്തിൻ്റെ പേര് നമ്മൾ മറ്റു അവാർഡുകളിലും പഠിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചു വെച്ചോളൂ, ഏതൊക്കെ അവാർഡിലാണ് നമ്മൾ അദ്ദേഹത്തെ പഠിക്കുന്നത് എന്നുള്ളത്. ദയാവധം നിയമവിധേയമാക്കിയ ആദ്യ ലാറ്റിൻ അമേരിക്കൻ രാജ്യം ഉറുഗ്വേയാണ്. ദയാവധം നിയമവിധേയമാക്കിയ ആദ്യ ലാറ്റിൻ അമേരിക്കൻ രാജ്യം ഉറുഗ്വേ. ദെൻ
2025 പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം നിലവിൽ ഇന്ത്യയിലുള്ള ആകെ കാട്ടാനകളുടെ എണ്ണം 22,446 കേട്ടോ. ആകെ കാട്ടാനകളുടെ എണ്ണമാണ് 2025 പുറത്തുവിട്ട പ്രകാരം 22,446. 31ാമത് കൊൽക്കത്ത അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചിത്രം എ പ്രഗ്നൻ്റ് വിഡോ എന്നതാണ് കേട്ടോ. 31ാമത് കൊൽക്കത്ത അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചിത്രം എ പ്രഗ്നൻ്റ് വിഡോ. 2025 ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 102 ആണ്. 2025 ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 102ാം സ്ഥാനമാണ്. ദെൻ 2025 മോഷ്ടിക്കപ്പെട്ട സാംസ്കാരിക വസ്തുക്കൾക്കായുള്ള ലോകത്തിലെ ആദ്യ ആഗോള പ്ലാറ്റ്ഫോം യുനെസ്കോ വിർച്വൽ മ്യൂസിയം ഓഫ് സ്റ്റോളൻ കൾച്ചറൽ ഒബ്ജക്ട്സ് ആണ്. 2025 മോഷ്ടിക്കപ്പെട്ട സാംസ്കാരിക വസ്തുക്കൾക്കായുള്ള ലോകത്തിലെ ആദ്യ ആഗോള പ്ലാറ്റ്ഫോം യുനെസ്കോ വിർച്വൽ മ്യൂസിയം ഓഫ് സ്റ്റോളൻ ഒബ്ജക്ട്സ്. ദെൻ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ്റെ പേരിൽ കേരളത്തിൽ ആദ്യമായി സ്മാരകം നിലവിൽ വരുന്നത് തിരുവനന്തപുരത്താണ്. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ്റെ പേരിൽ കേരളത്തിൽ ആദ്യമായി സ്മാരകം നിലവിൽ വരുന്നത് തിരുവനന്തപുരത്താണ്. ദെൻ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് സെക്രട്ടറി ഗൗരി ആർ ലാഞ്ചിയാണ് കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് സെക്രട്ടറി. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയിൽ വസ്ത്ര കയറ്റുമതിയിൽ ഒന്നാമതുള്ള സംസ്ഥാനം തമിഴ്നാടാണ്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയിൽ വസ്ത്ര കയറ്റുമതിയിൽ ഒന്നാമതുള്ള സംസ്ഥാനം തമിഴ്നാട്. ദെൻ അടുത്ത ചോദ്യം നോക്കാം. 2026 അന്താരാഷ്ട്ര കാലാവസ്ഥാ ദിനത്തിൻ്റെ മാർച്ച് 23 അന്താരാഷ്ട്ര കാലാവസ്ഥാ ദിനം. 2026 അന്താരാഷ്ട്ര കാലാവസ്ഥാ ദിനത്തിൻ്റെ പ്രമേയം ഒബ്സർവിംഗ് ടുഡേ പ്രൊട്ടക്റ്റിംഗ് ടുമാറോ. വേൾഡ് ക്ലൈമറ്റ് ഡേ മാർച്ച് 23 കേട്ടോ. ദെൻ 2026 ഏപ്രിൽ 9 കേരളം കൂടാതെ തിരഞ്ഞെടുപ്പ് നടക്കുന്ന കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരിയാണ്. പുതുച്ചേരിയിലാണ് ഏപ്രിൽ 9 കേരളത്തിലല്ലാതെ ഇലക്ഷൻ നടക്കുന്നത് കേട്ടോ. ദെൻ 2026 ഏഷ്യ കപ്പ് വനിതാ ഫുട്ബോൾ ജേതാക്കളായ രാജ്യം ജപ്പാനാണ്. ഏഷ്യ കപ്പ് ഫുട്ബോൾ ജേതാക്കളാണ് വനിതാ ഏഷ്യ കപ്പ് ഫുട്ബോൾ ജേതാക്കൾ. 2026 ജപ്പാനാണ് ജേതാവായിട്ടുള്ളത്. ദെൻ ഓപ്പറേഷൻ സങ്കൽപ് എന്നത് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ ഇന്ത്യൻ പതാക വഹിക്കുന്ന വ്യാപാര കപ്പലുകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സങ്കൽപ് എന്നത് കേട്ടോ. സങ്കൽപ്പാണ് ഓപ്പറേഷൻ സങ്കൽപ്. 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് ഹരിതചട്ടം പാലിച്ച് നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി ശുചിത്വ മിഷനും മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറും സംയുക്തമായി നടത്തുന്ന ക്യാമ്പയിൻ ഗ്രീൻ ബട്ടൺ എന്നതാണ്. ശുചിത്വ മിഷനും മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറും സംയുക്തമായി നടക്കുന്ന ക്യാമ്പയിനാണ് ഗ്രീൻ ബട്ടൺ. 2026 മാർച്ചിൽ 1 കോടിയുടെ കറൻസി നോട്ട് പുറത്തിറക്കിയ രാജ്യം ഇറാനാണ്. 2026 മാർച്ചിൽ 1 കോടിയുടെ കറൻസി നോട്ട് പുറത്തിറക്കിയ രാജ്യമാണ് ഇറാൻ കേട്ടോ. ചൈനയിലെ പുതിയ ഇന്ത്യൻ അംബാസഡറായി നിയമിതനായത് ദുരൈസ്വാമിയാണ്. ചൈനയിലെ പുതിയ ഇന്ത്യൻ അംബാസഡറായി നിയമിതനായത് ദുരൈസ്വാമി. 2026 അന്താരാഷ്ട്ര വനദിനത്തിൻ്റെ മാർച്ച് 21 അന്താരാഷ്ട്ര വനദിനം. 2026 അന്താരാഷ്ട്ര വനദിനത്തിൻ്റെ പ്രമേയം ഫോറസ്റ്റ് ആൻഡ് എക്കണോമീസ് എന്നതാണ്. ഫോറസ്റ്റ് ആൻഡ് എക്കണോമീസ് എന്നതാണ് 2026 അന്താരാഷ്ട്ര വനദിനത്തിൻ്റെ പ്രമേയം. 2026 ലോക ജലദിനത്തിൻ്റെ പ്രമേയം മാർച്ച് 22 ലോക ജലദിനം. വാട്ടർ ആൻഡ് ജെൻഡർ എന്നതാണ് പ്രമേയം. സ്ലോഗൻ വേർ വാട്ടർ ഫ്ലോസ് ഈക്വലി ഗ്രോസ് എന്നതാണ്. വേർ വാട്ടർ ഫ്ലോസ് ഇക്വാലിറ്റി ഗ്രോസ് എന്നതാണ് 2026 ജലദിനത്തിൻ്റെ പ്രമേയം സ്ലോഗൻ. 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മണ്ഡലം കൊടുവള്ളിയാണ്. കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി മണ്ഡലത്താണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ ഈ ഇലക്ഷന് കേരള നിയമസഭയിലേക്ക് മത്സരിച്ചത് കേട്ടോ. IPL ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിലയ്ക്ക് വിൽക്കപ്പെട്ട ടീം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ് ഏറ്റവും കൂടുതൽ വിലയ്ക്ക് വിൽക്കപ്പെട്ട ടീം. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർപേഴ്സണായി നിയമിതനായത് സ്വാതി നിരഞ്ജൻ ജ്യോതിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, നോക്കി വെച്ചോളാം. ദെൻ 86% സ്കൂളുകളും പുകയില വിമുക്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായി സാക്ഷ്യപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് മേഘാലയ കേട്ടോ. ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം 86% സ്കൂളുകളും പുകയില വിമുക്തമായി പ്രഖ്യാപിച്ചത് മേഘാലയ. 2025 നാഷണൽ ബുക്ക് ക്രിറ്റിക്സ് സർക്കിൾ പുരസ്കാരം ലഭിച്ചത് അരുന്ധതി റോയ്ക്കാണ്. മദർ മേരി കംസ് ടു മീ എന്ന ബുക്കിനാണ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് കേട്ടോ. ദെൻ അടുത്ത ചോദ്യം. ദുരഭിമാന കൊലകൾ തടയുന്നതിനു വേണ്ടി ഇവ നമ്മവ എന്ന പേരിൽ നിയമസഭയിൽ ബിൽ പാസ്സാക്കിയ സംസ്ഥാനം കർണാടകയാണ് കേട്ടോ. ഇവ നമ്മവ എന്ന ബിൽ പാസ്സാക്കിയത് കർണാടക. ദെൻ 2026 G7 ഉച്ചകോടിക്ക് വേദിയാകുന്നത് ഇവിയൻ ലെസ് ബെയിൽസ് ആണ്.
ഫ്രാൻസിലെ ഇവിയൻ ലെസ് ബെയിൽസിലാണ് 2026 G7 ഉച്ചകോടി വേദി. ദെൻ 2026 മാർച്ചിൽ ഈ 2000 വർഷം പഴക്കമുള്ള മഹാശിലാ കാലഘട്ടത്തിലെ ചെങ്കല്ലറ കണ്ടെത്തിയ കേരളത്തിലെ സ്ഥലം പനയാലാണ്. കാസർഗോഡ് ജില്ലയിലെ പനയാലാണ് 2026 മാർച്ചിൽ 2000 വർഷം പഴക്കമുള്ള മഹാശിലാ കാലഘട്ടത്തിലെ ചെങ്കല്ലറ കണ്ടെത്തിയത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കറണ്ട് അഫെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോന്നും നോട്ടുകൾ തയ്യാറാക്കി തന്നെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. വരുന്ന പരീക്ഷകൾക്കായിട്ടുള്ള മറ്റ് ക്ലാസ്സുകൾ നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ക്ലാസ്സുകൾ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മറ്റ് ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം. താങ്ക്